ഒരുപാട് ബിസിനസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതുപോലെ ഒരുപാട് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ചുള്ള നെഗറ്റീവും പോസിറ്റീവുകളൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് ഒന്നിന്റെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ ഇതിലിരിക്കുന്ന എല്ലാ ആളുകളും എസ് ചെയ്യുന്ന ആളുകളാണല്ലോ അല്ലേ? ആളല്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് ബിസിനസ് പറയുന്ന സമയത്ത് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവും, നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നൊരു ചോദ്യം. അത് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇത് പറയുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടോ? അല്ല. അപ്പോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ വിഷ്ണു സാർ പറഞ്ഞതാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കും ഇത് കിട്ടും എന്ന് നമുക്ക് ഉറപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് NFT എന്നാണ് ആദ്യമായിട്ട് നോക്കാറുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് പല രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിലുണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പല ആളുകളും ഇന്ന് സംസാരിക്കുന്ന സമയത്ത് സ്വന്തം പേര് പറയുമ്പോൾ പോലും വ്യക്തമായിട്ട് ഞാൻ കേട്ടിട്ടില്ല അല്ലെ? ഇവിടെ പല ആളുകളും മൈക്കിലൂടെ സംസാരിക്കാൻ പറഞ്ഞപ്പോ പല ആളുകൾക്കും മൈക്കിലൂടെ സ്വന്തം പേര്, കാരണം നമുക്ക് എപ്പോ ഉറക്കത്തിൽ പിടിച്ചോണ്ടതിൽ ചോദിച്ചാലും നമ്മുടെ പേരറിയാം, പക്ഷെ നമുക്ക് അത് പറയാൻ പോലും ഭയം അല്ല. ഒരുപാട് ആളുകൾ ഇവിടെ ഇപ്പോ കൂടെ 35 ആളുകളിൽ ഒരു 20 ആളുകളും പേര് പറയാൻ പോലും അവർക്ക് എന്തൊരു ഭയമാണ്. അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെ ബിസിനസ് പറയാം? അപ്പൊ അവിടെയാണ് നിങ്ങളുടെ പരാജയം. അപ്പൊ അതിന് എന്തായാലും പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് തുടക്കത്തിൽ വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതില് ഡ്രൈവിംഗ് അറിയാത്ത ആരെങ്കിലും കടപ്പൊക്കോ? എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാം. എന്തായാലും ഒന്നും റെസ്പോണ്ട് ചെയ്യാത്ത എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾ പഠിച്ചപ്പോ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. കാരണം നമ്മൾ ആദ്യമായിട്ട് ഞാൻ പഠിച്ചതിന്റെ മാമന്റെ ജീപ്പിൽ നിന്നാണ് ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നത്. ആ സമയത്ത് മാമന് നമ്മുടെ മുകളില് എന്തുണ്ടാവും, ഇതിന്റെ പെങ്ങളും മോനാണ്, അതുകൊണ്ട് 2 തട്ട് തട്ടാം അല്ലെങ്കിൽ അടിക്കാം എന്നുള്ള ഒരു മൈൻഡ് അദ്ദേഹത്തിന് ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തപ്പോ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടായിരുന്നു ആദ്യമായിട്ട് ജീപ്പിന്റെ സ്റ്റാറിംഗ് പിടിച്ചപ്പോ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോ ഇത് ഞങ്ങൾ പറയാനുള്ള കാര്യം, നിങ്ങൾക്കൊക്കെ ഏത് വാഹനം നിങ്ങൾ പഠിക്കുന്ന സമയത്തും നിങ്ങൾക്കൊക്കെ ഇതിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് നമ്മുടെ മുന്നിലുള്ള റോഡും നമ്മുടെ വണ്ടിയുടെ ഗിയർ, സ്റ്റാരിങ്, അത്തരം കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ പഠിക്കുന്ന സമയത്ത് നമുക്കിത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നു, അതുപോലെ നമ്മൾ മുൻപില് ഒരു വണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ബ്രേക്ക് ചവിട്ടുന്നു, ഗിയർ ചവിട്ടി പിന്നെ ഗിയർ ചേഞ്ച് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമുക്കുണ്ടാവുന്നത് 2 മനസ്സുണ്ട് നമുക്ക്. ഒന്ന് ബോധ മനസ്സും ഒന്ന് ഉപബോധ മനസ്സും. അപ്പൊ ഈ ബോധ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നേരത്തെ വിഷ്ണു സാറോട് പറഞ്ഞതുപോലെ പല ആളുകളും നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് ഓൻ വിളിക്കുന്നുണ്ട്, ഇനിപോലെ ഫോൺ എടുക്കാതിരുന്നാലും അവർക്ക് എന്താ തോന്നുക, അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോ വലിയ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരായിട്ട് ഓണൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വിഷ്ണു സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് സീരിയസ് ആയിട്ട് പഠിക്കണം. നമുക്ക് അറിവില്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞാല് കുരുടൻ ആനയെ കണ്ടത് പോലെ ആയിരിക്കും. അപ്പൊ ആദ്യം ബിസിനസ് നന്നായിട്ട് പഠിക്കുക. എന്ത് ചോദിച്ചാലും മറ്റൊരാളെ കൂട്ടിക്കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ പറ്റാതെ നമുക്ക് തന്നെ അത് വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കണം. അതോടൊപ്പം ഗൂഗിൾ മീറ്റ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, പല ആളുകളും ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇതിൽ കണ്ടിന്യൂ ആയിട്ട് വരുന്ന അപൂർവം ആളുകളേ ഉള്ളൂ. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ പ്ലാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് മുഴുവൻ അറിയാം എന്നുള്ളൊരു ധാരണ പല ആളുകളിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ നിരന്തരം ഗൂഗിൾ മീറ്റുകളായാലും അല്ലെങ്കിൽ ലൈവ് മീറ്റിങ്ങുകളായാലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നിരന്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവും.
മറിച്ച് പലപ്പോഴും ഞങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ നിരന്തരം കാണുന്ന, രാവിലെ എണീക്കുമ്പോൾ കാണുന്ന ഒരു സ്ഥലത്ത് എഴുതി വെച്ചാൽ നമുക്കത് കൃത്യമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സത് ഏറ്റെടുക്കുകയും അത് വളരെ കൃത്യമായിട്ട് സിമ്പിളായിട്ട് നമുക്കത് ചെയ്ത് തീർക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്കൊക്കെ NFBIയിലൂടെ വലിയൊരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ജിഷ്ണു സാറ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ലാലേട്ടന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല ആളുകൾക്കും സ്വന്തമായിട്ട് കാറ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടാവും. പല ആളുകൾക്കും നന്നായിട്ടുള്ള നല്ല വീട് വെക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഇന്ന് ഞാൻ എന്റെ വാതിലിന്റെ പുറകിലായിരുന്നു എന്റെ ആഗ്രഹം എഴുതി വെച്ചിരുന്നത്. കാരണം നമ്മൾ എണീറ്റ ഉടനെ തുറക്കാൻ പോകുന്ന വാതിലാണ്. അപ്പൊ നമുക്ക് നിരന്തരം അത് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ആഗ്രഹം ഇന്ന് നിങ്ങൾ എഴുതി വെക്കുക. അതോടൊപ്പം നിങ്ങളുടെ എല്ലാ ആളുകൾക്കും 100 കോണ്ടാക്റ്റിൽ കുറഞ്ഞ് കോണ്ടാക്റ്റുള്ള ആളുകൾ ഉണ്ടാവും നിങ്ങളുടെ മൊബൈലിൽ. അപ്പൊ മൊബൈലിലുള്ള കോണ്ടാക്റ്റുകളൊക്കെ നിങ്ങൾ 100 ആളുകളെ സെലക്ട് ചെയ്ത് വെക്കുക. ദിനം പ്രതി 5 ആളുകൾക്ക് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് 1 lakh earn ചെയ്യാൻ സാധിക്കും. ആ കാര്യത്തിലൊരു തർക്കമില്ല. കാരണം നമ്മൾ ഒരിക്കൽ പറഞ്ഞ ആളെ അദ്ദേഹം നമ്മളെ കാണുമ്പോൾ നമ്മളോട് എന്തായാലും ഇതിനെ കുറിച്ചിട്ട് ഒന്നുകിൽ നെഗറ്റീവ് പറയാനെങ്കിലും അദ്ദേഹം നമ്മളോട് ഈ കാര്യം ചോദിക്കാതിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് 100 ആളുകളെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക ഒരു നോട്ട്ബുക്കിൽ. ദിനം പ്രതി 5 ആളുകൾ, അതിൽ നിന്ന് 5 ആളുകൾ നിങ്ങൾ വിളിക്കുക. അതുപോലെ തന്നെ ലൈവ് മീറ്റിങ്ങുകൾ വരുന്ന സമയത്ത് എല്ലാ മീറ്റിങ്ങുകളിലും നിങ്ങൾ പങ്കെടുക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് എനർജി ഉണ്ടാവും. കാരണം നമ്മൾ നിരന്തരം ഇതിനെ കുറിച്ചിട്ട് പല ആളുകൾക്കും, ഞാനടക്കമുള്ള ആളുകൾ ഇത് കുറച്ച് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും എനിക്കിപ്പോ ഇതിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഓരോ മീറ്റിങ്ങുകളിൽ നിന്നും നമുക്ക് ഒരുപാട് പോയിന്റുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് പുതിയ ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും. നല്ല ശക്തമായിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. വെറും 2500 രൂപ കൊണ്ട് 30,000-ലേറെ വരുമാനം ഉണ്ടാക്കിയപ്പോൾ ഇത് വലിയൊരു സംഭവമാണ്. ഇതിൽ നമുക്ക് വലിയൊരു അവസരം ഒഴിഞ്ഞു കിടപ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആദ്യമായിട്ട് ജയസാറിന്റെ കയ്യിൽ ഒന്നും നോക്കാതെ 1 ലക്ഷം രൂപ കൊണ്ടുകൊടുത്തത്. അപ്പൊ നമുക്കറിയാം ഈ 1 ലക്ഷം ഇട്ടാൽ 1 കോടി ഇതിൽ നിന്ന് ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഇതിനുണ്ട് എന്നുള്ളത്. അപ്പോ നിങ്ങളൊക്കെ നന്നായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കുക. നിരന്തരം ഗൂഗിൾ മീറ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ആളുകളെയും കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 2 കാര്യമുണ്ട്. നമുക്ക് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മുടെ കൂടെയുള്ള ആളുകളെ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നല്ല ഉയരങ്ങളിലേക്ക്, സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മുടെ കൂടെയുള്ള ആളുകളും നമ്മുടെ ഒപ്പം, നമ്മൾ പറയുന്നത് നമുക്ക് 10,000 രൂപ കിട്ടുമ്പോൾ അവർക്ക് ഒരു 3,000 രൂപ കിട്ടും. അപ്പൊ അത് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പൊ ആ തലത്തിലേക്ക് നമുക്ക് ഇവരൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം നമുക്ക് സംസാരിക്കാനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് സഭാകമ്പമാണ്. ഈ സഭാകമ്പം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് നമുക്ക് പറയാനുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് പ്ലാൻ പറയാൻ പല ആളുകൾക്കും മടിയായിരിക്കും. അപ്പൊ എന്നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ജയസാറിനേക്കാൾ കൂടുതൽ നന്നായിട്ട് പ്ലാനിനെ കുറിച്ച് പഠിച്ച ആളുകൾ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഒരു 4 ആളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിലാണെങ്കിലും പോയിട്ട് പറയാനുള്ള മടിയുണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സഭാകമ്പം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു മൈക്ക് കൊടുത്തിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ആരോട് ഏതൊരു വിഷയം നൽകിയിട്ട് സംസാരിക്കാൻ പറഞ്ഞാലും 2 മണിക്കൂർ സംസാരിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷെ ഈ മൈക്ക് തന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു 4 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞാൽ കഴിയാത്ത ആളുകളും ഇതിലുണ്ടാവും. അത് നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സഭാകമ്പം ഒരു മനുഷ്യനിൽ ഉണ്ടാവുക 45 സെക്കൻഡ് മാത്രമാണ്. 3/4 മിനിറ്റ് ഒരു മനുഷ്യനിൽ നിലനിൽക്കുന്ന ഒരു സംഭവത്തെ ഭയന്നുകൊണ്ടാണ് പല ആളുകളും പ്രസംഗ വേദികളിൽ കയറാൻ പഠിക്കുന്നതും അല്ലെങ്കിൽ ഒരു പൊതുവിഷയം മറ്റു ആളുകളോട് സംസാരിക്കാൻ പഠിക്കുന്നതും. അമേരിക്കയിൽ നടന്ന ഒരു വിഷയത്തിലുള്ള ഒരു കാര്യം പറയുന്നത്, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്നത് മൈക്കില് സംസാരിക്കാൻ, മൈക്കിനാണ് പല ആളുകൾക്കും ഭയമുള്ളത്. അപ്പൊ ഇതുണ്ടാവുന്നത് 45 സെക്കൻഡാണ് ഒരു മനുഷ്യൻ സഭാകമ്പം നിലനിൽക്കുക എന്ന് ചിലപ്പോൾ നിങ്ങൾ
ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ഞാനീ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും പറയുമ്പോഴായാലും ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അപ്പോ ഈ ഒരു 45 സെക്കൻഡിനെ മറികടക്കാൻ വളരെ സിമ്പിളാണ്. പലപ്പോഴും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ഭയമുണ്ടാവുക. അറിയുന്ന കാര്യം അല്ലെങ്കിൽ അറിയുന്ന കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അറിയുന്ന കാര്യം പറയാനോ നമുക്ക് ഭയമുണ്ടാവില്ല. ഇപ്പൊ ജയ്സാറിനെ വിളിച്ചിട്ട് ഇവിടുന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ജയ്സാറിന് ചിലപ്പോൾ കഴിയില്ല. പക്ഷെ ഈ മാഡത്തെ വിളിച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കഴിയും. അപ്പൊ ഇതാണ് സംസാരത്തിനും അല്ലെങ്കിൽ മൈക്കുമായിട്ടുള്ള ഒരു പ്രശ്നം. ഈ പ്രശ്നത്തെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ വിഷയത്തെ കുറിച്ചിട്ട് ഏത് വിഷയത്തെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, 10 മിനിറ്റ് സംസാരിക്കാനുള്ള വിഷയത്തെ കുറിച്ച് 1.5 മണിക്കൂർ സംസാരിക്കാനുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ ഏത് വിഷയത്തെ കുറിച്ച് നമുക്ക് 10 മിനിറ്റോ 15 മിനിറ്റോ എത്ര ആളുകളുണ്ടെങ്കിലും അവിടെ സംസാരിക്കാൻ സാധിക്കും. പക്ഷേ നേരത്തെ ജിഷ്ണു സാറിനോട് ഓർമ്മപ്പെടുത്തിയതുപോലെ കുറച്ച് പഠിക്കും, അതിനപ്പുറത്തേക്ക് ഒരു നെഗറ്റീവോ പോസിറ്റീവോ ആയ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പതറും. കാരണം അതിനെക്കുറിച്ച് നമുക്ക് ഉത്തമ ബോധ്യമില്ലാത്തതാണ്. അപ്പോ NFPA കുറിച്ച് നിങ്ങൾ ഒടിനാടിയിടയ്ക്ക് പരിശോധിക്കുക, അത് പഠിക്കുക, എന്നിട്ട് പ്ലാൻ പറയുക. വളരെ സിമ്പിൾ ആയിട്ട് ആരോടും പറയാൻ പറ്റുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളോട് എപ്പോഴും ഏതൊരു ബിസിനസിനെ കുറിച്ച് പറയുമ്പോഴും നിനക്ക് എന്ത് കിട്ടി എന്നുള്ള ചോദ്യമാണ് പൊതുജനങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ടാവുക. അപ്പൊ ആ ചോദ്യത്തെ നമുക്ക് സിമ്പിൾ ആയിട്ട് മറികടക്കാൻ സാധിക്കും. കാരണം 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് നമുക്ക് നിനക്ക് എന്ത് കിട്ടി എന്നുള്ള ചോദ്യത്തിന് നിനക്കും ഇത് കിട്ടി എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ തന്നെയാണ് NFPA. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, അത് നന്നായിട്ട് പറയുക. അതിലൂടെ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും, നമുക്കും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വരുന്ന യൂട്ടിലിറ്റികളൊക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നേടിത്തരുന്ന, ആരോടും വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന, നമ്മളൊക്കെ ഇന്ന് ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ നമുക്ക് ഒരു സാധനം മേടിച്ചാലും നമുക്ക് 1 രൂപയും ഇങ്ങോട്ട് വരുമാനം കിട്ടാറില്ല. അപ്പോ NFPA പരിചയപ്പെടുത്തുന്ന ഈ ഷോപ്പിംഗ് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പല ആളുകളും നമ്മോട് ചോദിക്കും, എന്താണ് നിങ്ങൾ NFPA ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം? കാരണം ഏതൊരു രീതിയിൽ നോക്കിയാലും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ ഇനിയും വരാനിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ്. അപ്പോ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്വന്തം പേര് മൈക്കിലൂടെ പറയാൻ ഭയമുള്ള ആളുകളൊക്കെ നന്നായിട്ട് നാളെ ഈ വേദികളിൽ കയറിക്കൊണ്ട് റെക്കഗ്നൈസേഷൻ ഏറ്റുവാങ്ങാനും അതോടൊപ്പം പ്ലാൻ പറയാനൊക്കെ വളരെ കൃത്യമായിട്ട് സാധിക്കും. അപ്പൊ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. NFPAയോടൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരാമം കൊള്ളുന്നു. നന്ദി, നമസ്കാരം.